ഹലോ ഫ്രണ്ട്സ്, നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ ചാനലിലെ ബാറ്ററി സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെക്ലാൻഷ്യ സെല്ലിനെ പറ്റിയിട്ടാണ്. ആദ്യം നമുക്ക് ലെക്ലാൻഷ്യ സെല്ലിൻ്റെ ഹിസ്റ്ററി നോക്കാം. ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നതാണ് ജോർജസ് ലെക്ലാൻഷ്യ. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. 1866 അദ്ദേഹം ലെക്ലാൻഷ്യ സെല്ല് കണ്ടുപിടിച്ചു. ഇത് ആദ്യകാല ഇലക്ട്രിക്കൽ ബാറ്ററികളിൽ ഒന്നാണ്. കൂടാതെ ആധുനിക ഡ്രൈ സെൽ ബാറ്ററികളുടെ ഒരു മുൻഗാമിയായിട്ടും പറയാം. ഇവിടെ അമോണിയം ക്ലോറൈഡിൻ്റെ ലായനി ആണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സിങ്ക് കൊണ്ടുള്ള ഒരു നെഗറ്റീവ് ടെർമിനലും മാംഗനീസ് ഡയോക്സൈഡ് കൊണ്ടുള്ള പോസിറ്റീവ് ടെർമിനലുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലെക്ലാൻഷ്യയുടെ വെറ്റ് സെൽ, അത് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് വെറ്റ് സെല്ല്. ഇത് ലോകത്തിലെ ആദ്യത്തെ വ്യാപകമായി ഉപയോഗപ്പെട്ട ബാറ്ററിയായ സിങ്ക് കാർബൺ ബാറ്ററിയുടെ മുന്നോടിയായിരുന്നു ഈ വെറ്റ് സെല്ല്. 1876 ലെക്ലാൻഷ്യ അമോണിയം ക്ലോറൈഡ് ലേക്ക് സ്റ്റാർച്ച്, അതായത് അന്നജം ചേർത്തിട്ട് ഈ ലായനീനെ, അതായത് ആ സൊല്യൂഷനെ ഒരു ജെല്ലി രൂപത്തിലാക്കി. ഇത് ഇദ്ദേഹത്തിൻ്റെ സെല്ലിനെ കൂടുതൽ കൊണ്ട് നടക്കാനായിട്ട് എളുപ്പമുള്ളതാക്കി. അതായത് അതാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടു നടക്കാനായിട്ട് എളുപ്പമുള്ളത് ആക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നതാണ് ലെക്ലാൻഷ്യ സെല്ലിൻ്റെ ഒരു ഫിസിക്കൽ ബോഡി. ഇവിടെ നിങ്ങൾക്ക് സിങ്ക് ഇലക്ട്രോഡ് കാണാം. ഇതാണ് ഫിസിക്കൽ ബോഡി. ഇനി ചിത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് ഒരു ലെക്ലാൻഷ്യ സെല്ലാണ്. ഇത് നമ്മുടെ സാധാരണ ടോർച്ച് ബാറ്ററിയുടെയൊക്കെ ഒരു പഴയ രൂപമാണ്. ഇവിടെ ചിത്രത്തിൽ കാണാം അമോണിയം ക്ലോറൈഡ് NH4Cl, അതായത് അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ അത് ഒരു ഗ്ലാസ് ജാറിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒരു സിങ്ക് റോഡ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ സിങ്ക് റോഡ് അമാൽഗമേറ്റഡ് ആണ്, അതായത് മെർക്കുറി പൂശിയ സിങ്കാണ് ഇവിടെ ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് ജാറിൻ്റെ നടുക്കായിട്ട് ഒരു പോറസ് പോട്ട് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള പാത്രം ഇതിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിനുള്ളിൽ ഒരു കാർബൺ റോഡും, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഗ്രഫൈറ്റ് റോഡെന്ന് കാണും, കാരണം കാർബണിൻ്റെ ഒരു കോമ്പൗണ്ട് തന്നെയാണല്ലോ ഗ്രഫൈറ്റ്. അപ്പോൾ സെയിം ഉള്ളി. അപ്പോൾ കാർബൺ റോഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കാർബൺ റോഡ് അതിന് ചുറ്റിൽ ഇങ്ങനെ പൊടിച്ച കാർബണും പിന്നെ മാംഗനീസ് ഡയോക്സൈഡും അടങ്ങിയ ഒരു മിശ്രിതമാണ് ഉള്ളത്. ഓക്കെ, സോ ഒരു ഗ്ലാസ് ജാറുണ്ട്. ആ ഗ്ലാസ് ജാറിനകത്ത് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനുണ്ട്. പിന്നെ സിങ്ക് റോഡ് അതിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു പോറസ് സ്പോട്ടുണ്ട്. ആ പോറസ് സ്പോട്ടിനുള്ളിൽ മാംഗനൈസ് ഡയോഡും കാർബണും കൂടിയിട്ടുള്ളൊരു മിശ്രിതമുണ്ട്. അതിലേക്ക് കാർബൺ റോഡ് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത്. ഇനി ഇവിടെ ഈ സിങ്ക് റോഡ് ഉണ്ടല്ലോ, സിങ്ക് റോഡാണ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാർബൺ റോഡ്, ദാറ്റ് ഇസ് ഗ്രഫൈറ്റ്, അല്ലെങ്കിൽ കാർബൺ റോഡ് അല്ലെങ്കിൽ ഗ്രഫൈറ്റ്. ഇപ്പോൾ ഈ കാർബൺ റോഡാണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ, അതായത് അമോണിയം ക്ലോറൈഡിൻ്റെ ലൈനിയാണ് ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ഇവിടെ ഒരു ഡീപോളറൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഇനി മുന്നോട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ കാർബണും മാംഗനീസ് ഡയോക്സൈഡും ചേർന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ പോറസ് സ്പോട്ടിനകത്തുള്ള, ഇതാണ് കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഗ്യാസ് ഈ പോറസ് സ്പോട്ടിൻ്റെ പാത്രത്തിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗത്തൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ സെല്ല് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അമോണിയം ക്ലോറൈഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡും പിന്നെ അമോണിയ ഗ്യാസും പിന്നെ ഹൈഡ്രജൻ അയോണുമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിങ്ക് റിയാക്ട്സ് വിത്ത് അമോണിയം ക്ലോറൈഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ്, അമോണിയ ഗ്യാസ് ആൻഡ് ഹൈഡ്രജൻ. H+ ആണ്, അപ്പോൾ ഹൈഡ്രജൻ അയണൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജനും. ഈ അമോണിയ ഗ്യാസ് വെള്ളത്തിൽ ലയിക്കും. വെള്ളം അമോണിയ കൊണ്ട് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പോറസ് സ്പോട്ടിലൂടെ വരുന്ന ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഉള്ള മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് ഈ മാംഗനീസ് ഡയോക്സൈഡിൽ നിന്ന് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കി. ഇതാണ് ഇവിടെ ബേസിക് ആയിട്ട് നടക്കുന്നത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ പോറസ് സ്പോട്ടിൽ അകത്തുണ്ടാകുന്ന റിയാക്ഷനാണ്. ഇവിടെ ഹൈഡ്രജൻ പുറത്തുവിടുന്ന നിരക്ക് കൂടുതലായതുകൊണ്ടും പിന്നെ മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായതുകൊണ്ടും പോളറൈസേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഇവിടെ എന്താണ് നടക്കുന്നത്? മാംഗനീസ് ഡയോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് കൂടിച്ചേർന്ന് മാംഗനീസ് പെറോക്സൈഡും, അത് Mn2O3 എന്ന് പറഞ്ഞാൽ മാംഗനീസ് പെറോക്സൈഡാണ്, അതും പിന്നെ വാട്ടറും കൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഹൈഡ്രജൻ കാർബൺ റോഡിൽ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ പ്രവർത്തനം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ സെല്ല് ഇലക്ട്രിക്കൽ ബെല്ലുകൾ, ടെലിഫോൺ ഇതുപോലുള്ള ഇടവിട്ട് ഉപയോഗങ്ങൾക്ക് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. നെക്സ്റ്റ് ഈ ലെക്ലാൻഷ്യ സെല്ലിൻ്റെ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. ഇത് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ഡാനിയൽ സെല്ല് പോലെ തന്നെ റെഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. റെഡോക്സ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു മിമോണിക് ഓർത്തിരിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഓയിൽ അല്ലേ. അതുപോലെ റെഗ് എന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഇത് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ലെക്ലാൻഷ്യ സെല്ലിൽ ആനോഡിൽ ആണ് ഓക്സിഡേഷൻ നടക്കുന്നത്, അതുപോലെ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോഡുകളായിട്ട് നോക്കാം. ആദ്യം ആനോഡിൽ എന്താണുള്ളത്? സിങ്ക് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. നമുക്കറിയാം ഓക്സിഡേഷൻ, ഓയിൽ വെച്ച് ഓർക്കുക, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ സിങ്ക് ഇവിടെ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഇക്വേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എസ് എന്ന ബ്രാക്കറ്റിൽ, ഇസഡൻ്റെ ബ്രാക്കറ്റിൽ എസ് എന്ന് കൊടുത്തിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള സിങ്ക് എന്നുള്ള അർത്ഥത്തിലാണ്. സോ സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺസ് നഷ്ടമാകുകയാണ്. അപ്പോൾ അവിടെ സിങ്ക് അയോൺ ഉണ്ടാവുന്നു അക്വസ് സൊല്യൂഷനിൽ. ഓക്കെ, അപ്പം 2 ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെടുന്നത്. ഈ 2 ഇലക്ട്രോൺസ് ആണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാണുന്ന ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് സിങ്കിൽ നടക്കുന്നത്, അല്ല സോറി ആനോഡിൽ നടക്കുന്നത്. അടുത്തത് ഇലക്ട്രോലൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അമോണിയം ക്ലോറൈഡ് വിഘടിക്കും. ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിഘടിക്കും. അപ്പം ഇവിടെയുള്ള അമോണിയം ക്ലോറൈഡ് വിഘടിച്ചിട്ട് അമോണിയം അയോൺ NH4+ എന്ന് പറയുന്ന അമോണിയം അയോണും പിന്നെ ക്ലോറൈഡ് അയോണുമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഈ അമോണിയം അയോണാണ് പിന്നെ കാഥോഡിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കാഥോഡിൽ എന്താണ്? നമ്മൾ പറഞ്ഞു റെഡോക്സ് റിയാക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പം കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം അല്ലേ. നമുക്കറിയാം കാഥോഡായിട്ട് എന്തായിരുന്നു ആക്ട് ചെയ്തിരുന്നത്? കാർബൺ ആണ് അല്ലെങ്കിൽ ഗ്രഫൈറ്റ് ആണ്. പക്ഷേ ഈ കാർബൺ അല്ലെങ്കിൽ ഗ്രഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഇനേർട്ട് ഇലക്ട്രോഡാണ്. അതുകൊണ്ട് ഈ സിങ്കിൽ നിന്ന് പുറത്ത് സിങ്ക് ലൂസ് ചെയ്ത ഈ ഇലക്ട്രോൺസിനെ കാർബണ് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻസ്റ്റെഡ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡിൽ നിന്ന് വിഘടിച്ച് വന്നിട്ടുള്ള ഈ ഒരു അമോണിയം അയോൺ ഉണ്ടല്ലോ, ഈ അമോണിയം അയോണാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുക. ആ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അമോണിയം അയോൺ ഈ സിങ്ക് വിട്ടുകൊടുത്തിയ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റിൽ ഇവിടെ എന്ത് സംഭവിച്ചു? കാഥോഡിൽ എന്ത് സംഭവിച്ചു? ഇതാണ് അയോൺ എക്സ്ചേഞ്ച്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ആനോഡിലെ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. ഇനി അപ്പം ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസും പിന്നെ അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാഥോഡിൽ. ഇനി ഈ ഒരു സ്റ്റേജിലാണ് മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ഒരു ആക്ഷൻ നമ്മൾക്ക് കറക്റ്റായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മാംഗനീസ് ഡയോക്സൈഡ് സോളിഡ് ഫോമിലാണ്, ഇത് ഡീപോളറൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ എന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ അപ്പം ഈ കാഥോഡിൽ ഹൈഡ്രജൻ ഉണ്ടായല്ലോ, ഇത് മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മാംഗനീസ് ഡയോക്സൈഡ് 2 മാംഗനീസ് ഡയോക്സൈഡ് ഓക്സിജനെ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് കൊടുക്കും. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്നിട്ട് അവിടെ വാട്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ട്
ബാറ്ററിക്ക് തടസ്സമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഡീപോളറൈസർ ആയിട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തടസ്സമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിന് ചുറ്റും അടിഞ്ഞുകൂടി കറണ്ട് ഫ്ലോ തടസ്സപ്പെടുത്താതിരിക്കാനായിട്ടാണ് ഇത് ഓക്സിഡേഷൻ വഴി ഈ ഹൈഡ്രജനെ വെള്ളമാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററി അങ്ങനെ ഡീപോളറൈസേഷനൊക്കെ സംഭവിച്ച് ബാറ്ററി അങ്ങനെ ഇൻട്രപ്ഷനൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യും. ഇതാണ് ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രജനും മാംഗനീസ് ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഈ മാംഗനീസ് ഡയോക്സൈഡിലെ മാംഗനീസ് ഡയോക്സൈഡ് ഓക്സിജൻ ഹൈഡ്രജന് കൊടുക്കും. അപ്പോൾ അവിടെ മാംഗനീസ് ട്രയോക്സൈഡ് ഉണ്ടാവും. ഓൾസോ പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ. ഈ വാട്ടർ ഉണ്ടാകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വാട്ടർ ഉണ്ടാകുന്നതിലൂടെയാണ് അവിടെ ഡീപോളറൈസേഷൻ നടന്നിട്ട് ബാറ്ററിയുടെ വർക്കിന് തടസ്സമില്ലാതെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷനാണ് പറയുന്നത്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ആദ്യം നമ്മൾ ആനോഡിലെ പറഞ്ഞല്ലോ, സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് സിങ്ക് അയോണായി. പിന്നെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള NH4 അമോണിയ അയോൺസ് അത് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസുമായി. പിന്നെ ഈ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിലാണ് അത് മാംഗനീസ് ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് Mn2O3യും പിന്നെ വാട്ടറുമായി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ നെറ്റ് റിയാക്ഷൻ പറയുമ്പോൾ എന്താണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ക്യാൻസലായി പോവും. സോ ഹിയർ വി ക്യാൻ ക്യാൻസൽ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ ക്യാൻസലായി പോവും. അതുപോലെ ഇവിടെ ഹൈഡ്രജനും ക്യാൻസലായി പോവും അല്ലേ. അപ്പോൾ ബാക്കി എന്താണ് ഉണ്ടാവുക, സിങ്ക് ഉണ്ട്, ഈ ആനോഡിലുള്ള സിങ്ക് ഉണ്ട്, പിന്നെ അമോണിയം അയോണുണ്ട്, MnO2 ഉണ്ട്, സിങ്ക് അയോൺ, പിന്നെ ഇവിടെയുള്ള ഇതേ അമോണിയ, പിന്നെ Mn2O3 ആൻഡ് വാട്ടർ. ഇങ്ങനെയായിരിക്കും ഇത്. ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ബാക്കി റെസ്റ്റ് വരുന്ന എല്ലാത്തിനെയും നമ്മൾ എടുത്തെഴുതുമ്പോഴാണ് ഇതിൻ്റെ ഓവറോൾ നെറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ ബാലൻസ് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ. ഇനി ഈ അമോണിയ നമ്മൾ യൂസ് ചെയ്ത് പോവും, അത് യൂട്ടിലൈസ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. പക്ഷെ കാഥോഡിൽ ഈ അമോണിയ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസിൻ്റെ അളവ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ, അതായത് കാഥോഡിലാണ് അത് സംഭവിക്കുന്നത്. ഈ കാഥോഡിലുണ്ടാകുന്ന അമോണിയ ഗ്യാസ് ബാറ്ററിക്കുള്ളിൽ അടിഞ്ഞു കൂടിയാൽ അതിൻ്റെ ഇൻറ്റേർണൽ പ്രഷർ കൂടിയിട്ട് ഇലക്ട്രോഡുകൾക്ക് ചുറ്റിനും ഒരു പാളിയായി നിൽക്കും. അങ്ങനെ വരുമ്പോൾ കറണ്ട് ഫ്ലോയെ അത് തടസ്സപ്പെടുത്തും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അമോണിയനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിങ്ക് അയോൺ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ആനോഡിൽ നിന്ന് വരുന്ന സിങ്കും പിന്നെ കാഥോഡിലുണ്ടായ അമോണിയയും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിലെ ക്ലോറിൻ അയോണും തമ്മിൽ ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ പേരാണ് ഡൈഅമൈൻ സിങ്ക് ക്ലോറൈഡ്. ഡൈഅമൈൻ 2 അമൈൻ കണ്ടോ, അമോണിയ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഡൈഅമൈൻ, പിന്നെ അതിൻ്റെ ബേസ് ആറ്റം സിങ്ക് ആണ്. അപ്പോൾ ഡൈഅമൈൻ സിങ്ക്, ക്ലോറിൻ 2 ക്ലോറൈഡ് ഉണ്ട്. അപ്പം ഡൈഅമൈൻ സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ കോമ്പൗണ്ട് അമോണിയ ഗ്യാസിനെ ഒരു സോൾട്ടാക്കി മാറ്റും. അങ്ങനെ ബാറ്ററിയുടെ ഉള്ളിലെ പ്രഷർ കുറയും. അങ്ങനെ ബാറ്ററിയുടെ വോൾട്ടേജ് പെട്ടെന്ന് കുറയാതെ നിലനിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു ആദ്യം ഉണ്ടായിരുന്ന കണ്ടൻസ് എല്ലാം മാറിയല്ലോ ബാറ്ററിയുടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു EMF കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ലെക്ലാൻഷ്യ സെല്ലിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ EMF ഈസ് 1.45 വോൾട്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 to 5 ohms ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെക്ലാൻഷ്യ സെല്ല് ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷേ അത് അത്ര പോർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇത്രയാണ് ലെക്ലാൻഷ്യ സെല്ലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.